ലൈംഗിക അധിക്ഷേപ കേസിൽ അറസ്റ്റിലായ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യമില്ല. ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം നിഷേധിച്ചിരിക്കുന്നു കോടതി. അല്പം കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപാണ് വാദപ്രതിവാദങ്ങൾ പൂർത്തിയായത്. പിന്നീട് തീരുമാനം പറയാനായി കോടതി മാറ്റിവെക്കുകയായിരുന്നു. ഏറ്റവും സുപ്രധാനമായ തീരുമാനത്തിലേക്ക് ബോബി ചെമ്മണ്ണൂരിന് ജാമ്യമില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് കോടതി. നേരത്തെ പ്രതിഭാഗത്തിന്റെ വാദം ഒരു തരത്തിലുള്ള തെറ്റായ പരാമർശങ്ങളും ഉണ്ടായിട്ടില്ല. അത് മറ്റുള്ളവർ വ്യാഖ്യാനിച്ചതാണ്. അത്തരത്തിൽ അല്ലെങ്കിൽ സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് കെട്ടിച്ചമച്ച വിവാദമാണിത് എന്നൊക്കെയാണ് പ്രതിഭാഗം വാദിച്ചത്. പക്ഷേ പോലീസും പ്രോസിക്യൂഷനും വളരെ ശക്തിയുക്തം നിലപാടെടുത്തു. ജാമ്യം നൽകിയാൽ ആളുകളെ സ്വാധീനിക്കുന്ന സാഹചര്യമുണ്ടാകും. ഇത് ഒറ്റ സംഭവമല്ല, കഴിഞ്ഞ കുറേ കാലങ്ങളായി സോഷ്യൽ മീഡിയയിൽ തുടരുന്ന അധിക്ഷേപങ്ങളുടെ തുടർച്ചയാണ് ഇത് എന്ന തെളിവുകൾ സഹിതം കോടതിയുടെ മുൻപിൽ അവതരിപ്പിച്ചപ്പോഴാണ് കോടതി തീരുമാനമെടുത്തിരിക്കുന്നത്. ബോബി ചെമ്മണ്ണൂരിന് ഹണി റോസ് നൽകിയ അധിക്ഷേപ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യമില്ല. ഏകദേശം ഒരു 1.5 മണിക്കൂർ മുൻപാണ് കോടതിയിൽ വാദപ്രതിവാദങ്ങളൊക്കെ പൂർത്തിയായത്. കോടതി പിന്നീട് തീരുമാനം പറയാനായി മാറ്റിവെക്കുകയായിരുന്നു. ഇപ്പോൾ ആ സുപ്രധാനമായ തീരുമാനം കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നു. ബോബി ചെമ്മണ്ണൂരിന് ജാമ്യമില്ല. ഇത് ഒരു തരത്തിൽ ഇത്തരം സംഭവങ്ങൾ, ലൈംഗിക അധിക്ഷേപങ്ങൾ അല്ലെങ്കിൽ സൈബർ ഇടങ്ങളിൽ ആളുകളെ ആൺപെൺ ഭേദമില്ലാതെ ആളുകളെ തകർക്കുന്ന വിധത്തിൽ, മാനസികമായും ശാരീരികമായും ഒക്കെ തകർത്ത് കളയുന്ന വിധത്തിലുള്ള അധിക്ഷേപ പ്രവണതകൾ അല്ലെങ്കിൽ കൂട്ടം ചേർന്ന് ഒരാളെ ആക്രമിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സൈബർ ഇടങ്ങളിൽ നമ്മൾ പതിവായി കാണുന്നതാണ്. അതിൽ പലതിലും ആളുകൾ നിരാശ പൂണ്ട് അല്ലെങ്കിൽ പരാതി നൽകിയാൽ പോലും ഒരു നടപടികളിലേക്കും പലപ്പോഴും പോകാതിരുന്നത് കൊണ്ട് ഒന്നും ചെയ്തിട്ട് കാര്യമില്ല, അനുഭവിക്കുക തന്നെ എന്ന് പറഞ്ഞ് നിരാശരായി മടങ്ങുന്ന സമയത്താണ് ഇങ്ങനെ ഒരു കേസുണ്ടാകുന്നതും പോലീസ് അതിവേഗം നടപടികളിലേക്ക് പോവുകയും ചെയ്യുന്ന. അരുൺ ശങ്കർ ചേരുന്നുണ്ട്. അരുൺ, എന്തായാലും ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യമില്ല എന്നുള്ള വിധിയാണ് വന്നിരിക്കുന്നത്, ഉത്തരവാണ് വന്നിരിക്കുന്നത്. കോടതിയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇനിയിപ്പോൾ റിമാൻഡിലേക്ക് നീങ്ങുകയല്ലേ? ഇപ്പോൾ കോടതി ജാമ്യ ഹർജിയിൽ ഉത്തരവ് പറഞ്ഞിരിക്കുകയാണ്. ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം ഇല്ല. അദ്ദേഹത്തെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. അതിനിടയിൽ നാടകീയമായ സംഭവങ്ങളാണ് കോടതി മുറിക്കുള്ളിൽ നടന്നിരിക്കുന്നത്. ഈ ഉത്തരവ് കേട്ട ബോബി ചെമ്മണ്ണൂർ കോടതി മുറിക്കുള്ളിൽ കുഴഞ്ഞു വീണു എന്നതാണ് കോടതിക്കുള്ളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അല്പസമയത്തിനകം അങ്ങനെയെങ്കിൽ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പുറത്തേക്ക് കൊണ്ടുവരും. വളരെ നിർണായകമായ തീരുമാനമാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. കേരളം ഒന്നടങ്കം ഉറ്റുനോക്കിയ ഒരു തീരുമാനമാണ് ഇപ്പോൾ കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതായത് ബോബി ചെമ്മണ്ണൂരിന് ലൈംഗിക അധിക്ഷേപ കേസിൽ ജാമ്യമില്ല. അതായത് പ്രോസിക്യൂഷന്റെ വാദങ്ങൾ കോടതി മുഖവിലക്കെടുത്തിരിക്കുന്നു, അംഗീകരിച്ചിരിക്കുന്നു. പ്രതിഭാഗമായ ബോബി ചെമ്മണ്ണൂരിന്റെ വാദങ്ങൾ തള്ളിക്കൊണ്ട് ജാമ്യ ഹർജി തീർപ്പ് കൽപ്പിച്ച് ബോബി ചെമ്മണ്ണൂർ ജാമ്യമില്ല എന്ന തീരുമാനത്തിലേക്ക് കോടതി എത്തിയിരിക്കുകയാണ്. ഈ കോടതി ഉത്തരവ് കേട്ട ബോബി ചെമ്മണ്ണൂർ കോടതി മുറിക്കുള്ളിൽ കുഴഞ്ഞു വീണിരിക്കുകയാണ്. അദ്ദേഹത്തെ അല്പസമയം അങ്ങോട്ടേക്ക് പോകുമ്പോൾ ചെറിയ പ്രതികരണങ്ങളൊക്കെ ലഭ്യമായിരുന്നു. ചിരിച്ചുകൊണ്ട് കൈവീശുകയൊക്കെ ചെയ്ത ആളാണല്ലോ. പെട്ടെന്ന് ഈ ഒരു തീരുമാനം വന്നപ്പോൾ കുഴഞ്ഞു വീഴുകയാണ്. അത്രയേറെ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും ഇന്ന് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടോ എന്ന് കോടതി ആരാഞ്ഞിരുന്നു. തനിക്ക് 2 ദിവസം മുമ്പ് വീണ് പരിക്കേറ്റുന്നു, അതല്ലാതെ ഒരു തരത്തിലുള്ള ശാരീരിക അസ്വസ്ഥതകൾ ഇല്ല എന്ന് മാത്രമല്ല പോലീസ് ഒരു തരത്തിലുള്ള തന്നെ കായികമായി കൈകാര്യം ചെയ്തിട്ടില്ല എന്നും കോടതി മുമ്പാകെ ബോബി ചെമ്മണ്ണൂർ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഇപ്പോൾ 2 മണിക്ക് തീർന്ന വാദത്തിന് ശേഷം 5 മണിയോട് 4:45 ഈ ഹർജിയിൽ ഉത്തരവ് പറഞ്ഞപ്പോഴാണ് ബോബി ചെമ്മണ്ണൂരിന് ശാരീരിക അസ്വസ്ഥത ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ കോടതി മുറിക്കുള്ളിൽ കുഴഞ്ഞു വീണു എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ അല്പസമയത്തിനകം അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റേണ്ടതുണ്ട്. അല്പസമയത്തിനകം കോടതി മുറിക്കുള്ളിൽ നിന്ന് മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ ബോബി ചെമ്മണ്ണൂരിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാനുള്ള സാധ്യതയാണുള്ളത്. ഇന്ന് അദ്ദേഹത്തിന് ജയിലായിരുന്നു വിധിച്ചത്. പക്ഷേ ഇങ്ങനെ ആശുപത്രി പോകേണ്ട കാര്യമുണ്ടെങ്കിൽ അത് കുറച്ച് ഗൗരവമുള്ള വിഷയമാണ്. അദ്ദേഹത്തിന് ആശുപത്രിയിൽ തുടരാൻ കഴിയും, ജയിലിലേക്ക് പോകേണ്ട അവസ്ഥ ഉണ്ടാകില്ല. അതിനിടയ്ക്ക് നാളെ ഹൈക്കോടതിയെ സമീപിക്കാനും കഴിയും. എന്തായാലും ഹണി റോസ് നൽകിയ ലൈംഗികാധിക്ഷേപ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിന് കോടതി ജാമ്യം നൽകിയിട്ടില്ല. ജാമ്യം വേണമെന്ന ആവശ്യം കോടതി നിരാകരിക്കുകയാണ്. കേരളത്തിലെ ഇത്തരത്തിലുള്ള കേസുകൾക്ക് വലിയ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 2ന്റെ ഉത്തരവെന്ന് നിസ്സംശയം പറയാം. കാരണം ഇത്തരത്തിൽ സ്ത്രീകളും അതോടൊപ്പം തന്നെ മറ്റാളുകളും പൊതുമധ്യത്തിൽ അധിക്ഷേപത്തിന് ഇരയാകുമ്പോൾ, ലൈംഗിക അധിക്ഷേപത്തിന് ഇരയാകുമ്പോൾ അതിനെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കാമെന്ന് അത്തരം ഇരകൾക്ക് ബോധ്യപ്പെടുത്തുന്ന അല്ലെങ്കിൽ അവർക്ക് ശക്തി പകരുന്ന, അവർക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒരു ജാമ്യ ഉത്തരവ് തന്നെയാണ് ഇപ്പോൾ എറണാകുളം 1ാം ക്ലാസ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം നിഷേധിച്ചിരിക്കുന്നു കോടതി. ഹണി റോസ് നൽകിയ ലൈംഗിക അധിക്ഷേപ പരാതിയിലാണ്
വളരെ വേഗത്തിൽ പോലീസ് നടപടികളിലേക്ക് പോയത്. വയനാട്ടിൽ നിന്നാണ് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്ത് കൊച്ചിയിലേക്ക് കൊണ്ടുവന്നത്. സെൻട്രൽ സ്റ്റേഷനിലായിരുന്നു ഇന്നലെ രാത്രി മുഴുവൻ കഴിച്ചുകൂട്ടിയത്. രാത്രി തന്നെ വൈദ്യപരിശോധന പൂർത്തിയാക്കി ഇന്ന് രാവിലെ കോടതിയിൽ ഹാജരാക്കി. ഏകദേശം 2-2:15 കൂടിയിട്ടാണ് വാദപ്രതിവാദം അവസാനിച്ചത്. പിന്നീട് കോടതി തീരുമാനം അറിയിക്കാനായി മാറ്റിവെക്കുകയായിരുന്നു. ഇപ്പോൾ നിമിഷങ്ങൾക്ക് മുൻപാണ് കോടതിയിൽ നിന്ന് തീരുമാനം വരുന്നത്.